സർ. ആ ബ്രിട്ടോ, വരൂ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. അല്ല, എങ്ങനെയുണ്ട് സർ? ഇത്രയൊക്കെ മാറ്റം വന്നില്ലേ? സാറിനെ കാണാൻ ഞാൻ 2-3 തവണ വന്നത് ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ടോ? ആ സമയത്ത് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. സാറിന്റെ ശബ്ദം ഫോണിൽ കേട്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്ല, സാറെന്താ എന്നെ ഇന്നലെ വിളിക്കാതിരുന്നത്? ഊർമിള എവിടെ ഉണ്ടല്ലോ. ഓ, അവിടെ ഉള്ളപ്പോ തന്നെ ഇങ്ങോട്ട് വരുത്തിയാൽ അവൾക്ക് സംശയം തോന്നില്ലേ? ഇപ്പൊ ഊർമിള പുറത്തു പോയിരിക്കുക. ഞാൻ എന്ത് സഹായം സാറിന് ചെയ്യേണ്ടത്? നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യം തന്നെയാ. ആ പെണ്ണ് പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്ത് തന്നില്ലേ? ആ സംഗതി ഞാൻ വേണ്ടെന്ന് വെച്ചു. അതിനുവേണ്ടി അവളുടെ പിന്നാലെ നടക്കുന്നതിന് നല്ലത് അവൾ ഇല്ലാതാകുന്നതാ. അനന്യ ഇല്ലാതായാൽ അവളുടെ അവകാശിയായിട്ട് ഊർമിള മാറും. മകള് മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന അമ്മയാണല്ലോ അവകാശി. അനന്യ ഇല്ലാതാവണം. അത് നടന്നു കിട്ടിയാൽ എല്ലാ സ്വത്തുക്കളുടെയും കൺട്രോൾ എന്റെ കയ്യിലെത്തും. അനന്യെ തീർക്കണം, അത്രയല്ലേ വേണ്ടൂ. ആ ജോലി എനിക്ക് വിട്ടേക്ക്. അവളെ വെറുതെ തട്ടരുത്. കൊലപാതകത്തിന് നമ്മളെ കഴിയെണ്ണേണ്ടി വരും. പിന്നെ ഊർമിളയുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവത്തില്ല. ഊർമിളയ്ക്ക് ഒരു സംശയവും തോന്നാത്ത വിധം സ്വാഭാവികമായ ഒരു മരണമായിരിക്കണം അനുവിൻ്റെത്. അപ്പോ ആസൂത്രണത്തില് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമല്ലോ. ആ, മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അനുവിന്റെ കൂടെ ഒരുത്തനുണ്ട്. അവൻ കാരണമാ ഞാൻ കിടന്നുപോയത്. ആരാണവൻ? സാറിനെ കിടത്തിയത് ഏതവനാണെന്ന് പറ, തീർത്ത് കളഞ്ഞേക്കാം. അവന്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല. അനുവിന്റെ കാമുകനായിരിക്കും അവൻ. അന്ന് അവനുമായിട്ട് സംസാരിച്ചെന്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അന്ന് അനുവിനെ കാണാൻ രഹസ്യമായ ഒരുത്തൻ ഇവിടെ വന്നിരുന്നു. അതെനിക്കറിയാം. അതാരാണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് അനുവിനെ തീർക്കാൻ നീ പ്ലാൻ ചെയ്യുമ്പോൾ അവളുടെ പിന്നിൽ ഒരുത്തനുണ്ടെന്ന് ഓർമ്മ വേണം. അവൾ അവനെ വിവാഹം ചെയ്താൽ കുരുക്കാവൂല സാർ. ഇരട്ട കൊലപാതകം ചെയ്യേണ്ടി വരും. അനുവിനെ ഒരുത്തനും ഞാൻ വിട്ടുകൊടുക്കില്ല. അവളുടെ സ്വത്തുക്കളും. ഊർമിള വന്ന സ്ഥിതിക്ക് അനുവിടെ വന്നേക്കാം. നീ പറഞ്ഞതുപോലെ ചെയ്തേക്ക്. ഇക്കാര്യം ഞാനേറ്റു. അവളെത്തുമ്പോൾ അറിയിച്ചാ മതി. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, നിങ്ങൾ ഈ ഹോട്ടലിന്റെ ആൾക്കാരാണോ? അതെ, എന്താ പ്രശ്നം? ഈ ഹോട്ടലിലേക്ക് വന്നൊരു സാധനം ദാ വണ്ടിയിൽ ഇരിപ്പുണ്ട്. സാധനം? മാഡം, ഇങ്ങനൊരു സാധനത്തിനെ ഞാൻ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണ് സാധനം ഒന്നും പിടിയും കിട്ടുന്നില്ല. അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. വരൂ മാഡം. മാർക്കോ സായിപ്പ്. സായിപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ മലയാളം പറയും. എന്റെ പൊന്നോ, മലയാളം ഡിക്ഷണറി എഴുതിയ ഹെർമൻ കൊണ്ടിട്ട് ഒന്നുമല്ല. സർ, മാർക്കോ സർ. നിങ്ങൾ ആരാണ്? സർ, ഞാൻ നീയ, യുവർ സെക്രട്ടറി. ഹായ്, സോറി ഡിയർ. എനിക്ക് സ്ഥലം പെട്ടെന്ന് മാറിയതുപോലെ തോന്നി, അതാണ്. സാറേ, കിട്ടിയോ? വണ്ടി കയറിയപ്പോ മുതല് സാറെന്താ തപ്പൊന്നും ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും മിസ്സായോ സർ? നോ, നത്തിങ്.